ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് ചിക്കൻ ബിരിയാണിയാണ് ആക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ കസിൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാട്ടോ നമുക്കൊരു 6 സവാള അരിഞ്ഞതും, ഒരു ഹാഫ് പോർഷൻ ലെമണിൻ്റെ ജ്യൂസും, ഒരു 2 തക്കാളി സ്ലൈസായിട്ട് അരിഞ്ഞതും, പിന്നെ ഇഞ്ചി പച്ചമുളക് പേസ്റ്റും വേണം. പിന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനിലേക്ക് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ ഇഞ്ചി പച്ചമുളക് പേസ്റ്റും, പിന്നെ ഒരു ഹാഫ് പോർഷൻ ലെമണിൻ്റെ ജ്യൂസ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സിയൊക്കെ ചെയ്ത് ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അരിയാണ് വേണ്ടത്. ഞാനിവിടെ 2 കിലോ അരിയായിട്ട് എടുത്തേക്കുന്നത്. ഇനി അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചൂടാക്കാൻ വെക്കാം കേട്ടോ. കുറച്ച് മല്ലിയില നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പു എടുത്ത് വെക്കാം. ഇനി അടുപ്പിലേക്ക് കുക്കർ എടുത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആ നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പു ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന അരി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു ഹാഫ് പോർഷൻ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാമേ. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് അരി വേവിക്കാൻ വെക്കാം കേട്ടോ. ഇനി റൈസിന് ആവശ്യമായിട്ടുള്ള ഉള്ളി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മെരിച്ചെടുക്കാം കേട്ടോ. ഇത് നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തേക്കുന്ന സവാളയാട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകണം അത്. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വാർത്തെടുത്ത് അതിൻ്റെ അകത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള സവാള ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ റൈസ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വാട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന തക്കാളി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാനായിട്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ്റെ പീസും ഗ്രേവിയൊക്കെ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ലെയറായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന സവോളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ഗ്രേവി ഇട്ട് കൊടുക്കാം കേട്ടോ. ഗ്രേവിയും പീസും എല്ലാം ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ചോറിട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് സവോളയും അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം വറുത്ത് ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് ദം ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പം നമ്മൾ ദം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. വെയിറ്റിനായിട്ട് നമ്മളൊരു കുക്കറാട്ടോ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പം നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.